ഇന്ന് ഏട്ടൻ വരുമ്പോൾ പച്ചക്കറി കൊടുന്നതിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഇന്ന് ഉണ്ടാക്കണ ഓണം സ്പെഷ്യൽ വെണ്ടയ്ക്കയും കൊണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് ഞാൻ ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി വെച്ചു. എന്നിട്ട് അതിനെ 4 പൊളിച്ചു. എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ കീറി വെച്ചു. അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അതിനെ ചട്ടിയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റി വെച്ചു. നന്നായി വണക്കണം. അങ്ങനെ നന്നായി വണങ്ങി കഴിഞ്ഞിട്ട് അതിനൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ ചട്ടീനെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സാധനങ്ങളോടെ നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ വഴറ്റാൻ പോവുകയാണ്. അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതുണ്ട്, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഇത്രയും സാധനങ്ങൾ അവിടെ അരിഞ്ഞ് വെച്ചതിനിട്ടിട്ടാണ് വഴറ്റാൻ പോണത്. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ വഴറ്റാൻ. ഇപ്പോൾ നമ്മൾ ഈ വഴറ്റുന്ന സാധനങ്ങളിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. അങ്ങനെ അതിനെ നന്നായി വഴറ്റിയെടുത്തു. നന്നായി വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര് എടുത്ത് വയ്ക്കാം. ഒരു 1/4 പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചു. അപ്പോൾ ഇനി ആ വഴന്ന് കഴിഞ്ഞ ഉള്ളി സവാളയൊക്കെ വണക്കിയില്ലേ, ഉള്ളിയും തക്കാളിയൊക്കെ വണക്കിയതിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് വണക്കി വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി വറ്റുന്നവരെ ഇളക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇളക്കി വെച്ച തൈരും കൂടെ കൂട്ടിയിട്ട് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നന്നായി ഇളക്കിയിട്ട് വെച്ചു. നമ്മുടെ വെണ്ടയ്ക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട്.